ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോരും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോരും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുവേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുവേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സമ്പന്നതയും അവകാശവും ആർക്കുള്ളത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെയേറെ അനുഗ്രഹീതരും വ്യത്യസ്ത ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരുമാണ്. ദരിദ്രരും ബലഹീനരുമായ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉദ്ദേശം, ആ ഉദ്ദേശത്തെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്തിൽ സമ്പന്നരും വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആത്മീക ദരിദ്രരായവരെ ആത്മീക സമ്പന്നരാക്കുന്നു. തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് അന്യരും പരദേശികളുമായി കഴിഞ്ഞിരുന്നവരെ അവകാശികളാക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ വിശ്വാസത്തിൽ സമ്പന്നനും ദൈവരാജ്യത്തിന്റെ അവകാശിയുമാണ് എന്ന് ദൈവവചനം വളരെ ശക്തമായി ഓർപ്പിക്കുന്നു. പ്രിയരെ, ദൈവം തിരഞ്ഞെടുത്തവന് ആത്മീകവും ഭൗതികവും നൽകുന്നത് ദൈവമാണ്. അവരുടെ എല്ലാവിധ ഭൗതിക ആവശ്യങ്ങളും പിതാവാം ദൈവം നിറവേറ്റി കൊടുക്കുന്നുണ്ട്.
ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സേവിക്കുന്നവൻ എന്നും ദാരിദ്ര്യാവസ്ഥയിൽ തന്നെ കിടക്കണമെന്നില്ല. ദൈവം അവന് ഭൗതിക നന്മകൾ നൽകും. എന്നാൽ അവൻ ഒരു ഭൗതിക സമ്പന്നനാകുക എന്നത് ദൈവിക പദ്ധതിയല്ല. ധനവാനും ദരിദ്രനും ദൈവത്തിന് ഒരുപോലെയാണ്. ഒരുവന്റെ സമ്പത്ത് സ്ഥിരമല്ലാത്തതിനാൽ, ധനവാന് അവന്റെ സമ്പത്തിൽ ആശ്രയിക്കുവാൻ കഴിയാത്തതിനാൽ ദൈവകൃപ ധനവാനെയും ദരിദ്രനെ പോലെ ആക്കുന്നു എന്ന യാക്കോബിന്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുടെ ധനം പ്രാപിക്കുന്ന ദരിദ്രൻ വാസ്തവത്തിൽ ധനവാനാണെന്നാണ് യാക്കോബ് നമ്മെ ഉപദേശിക്കുന്നത്. മാനുഷിക വീക്ഷണപ്രകാരം നോക്കിയാൽ ധനവാന്മാരെക്കാൾ ദരിദ്രന്മാരെയാണ് ദൈവം തൻ്റെ പദ്ധതികൾക്കായി എപ്പോഴും പലപ്പോഴും തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലെ 26-ാമത്തെ 27-ാമത്തെ വാക്യങ്ങളിലാണ് ഈ കാണുന്നത്. ഈ ലോകത്തിലെ ദരിദ്രന്മാർ വിശ്വാസത്തിൽ സമ്പന്നരും ദൈവമക്കൾ എന്ന നിലയിൽ ദൈവരാജ്യത്തിന്റെ സമ്പത്തിന് അവകാശികളായി തീരുകയും ചെയ്യും. ഒരു ദൈവപൈതലിന് ഭൂമിയിൽ എൻ്റെ സ്വന്തം, എൻ്റേത്, എനിക്കുള്ളത് എന്നൊക്കെ അവകാശം പറയാൻ പ്രിയരെ ഇവിടെ ഒന്നുമില്ലായെങ്കിലും ദൈവരാജ്യത്തിലുള്ള അവരുടെ അവകാശത്തെ ആർക്കും അപഹരിക്കുവാനോ നിഷേധിക്കുവാനോ ഒക്കുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നത്, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. പ്രിയ ദൈവരാജ്യത്തിലെ അവകാശികളെ ദൈവം ഏറെ സ്നേഹിക്കുന്നു. അവിടെ അവരെ ദൈവം സമ്പന്നരാക്കി തീർക്കുകയാണ്. കർത്താവായ യേശു ദരിദ്രനായി തീർന്നത് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കുവാനായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 2 കൊരിന്ത്യർ 8:9. ദരിദ്രന്മാർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ താല്പര്യപ്പെടുക. ദരിദ്രന്മാർക്ക് ദിവ്യമായ ഒരു സംരക്ഷണം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 12 കാണുന്നു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സങ്കീർത്തനം 12:5 വാക്യം നമ്മളെ ഏറെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വാക്യമാണ്. അവൻ ദരിദ്രനെ അവരുടെ വായെന്ന വാളിൽ നിന്നും ബലവാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നുവെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയ ദൈവമക്കൾ, ഞങ്ങൾ സമ്പന്നർ എന്ന് അഭിമാനിക്കരുതെന്നും പുകഴരുതെന്നും ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നുവെന്ന് സമ്മതിക്കുന്നവരുമായിരിക്കണം എന്നുമാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നത്. തന്നെയുമല്ല, ഒരു ദൈവിക സമ്പന്നതയിലേക്ക് എനിക്ക് വളരണം, ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവനും സമർപ്പിക്കുന്നവനുമായിരിക്കണം ഒരു ദൈവപൈതൽ. ഞാൻ സമ്പന്നനാകുന്നുവെന്ന് സ്വയം പുകഴുന്ന ലബോദിക്കരെ നിശ്ചിതമായി കർത്താവ് ശാസിക്കുന്ന ഭാഗം നാം തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അവർ മഹാദരിദ്രന്മാരാണ്. എന്നാൽ അവരെ കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. അവർ സമ്പന്നരാകാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, വിശ്വാസമെന്ന പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുവാനുള്ള ബുദ്ധിയുപദേശമാണ് അവർക്ക് അവിടെ നൽകുന്നത്. ഇപ്പോൾ ദരിദ്രരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതെന്നാണ് കർത്താവ് ദരിദ്രന്മാരെ നോക്കി പറഞ്ഞത്. കൂടപ്പിറപ്പുകളെ, ദൈവം തൻ്റെ മക്കളെ ഇന്നും വിശ്വാസത്തിൽ സമ്പന്നരാക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ തൻ്റെ രാജ്യത്തിന് അവകാശികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെങ്കിൽ അവകാശികളുമാകുന്നു എന്ന് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന ഭാഗം വായിച്ചത് ഓർമ്മയില്ലേ? ഈ ലോകത്തിൽ ബലവാന്മാരും കുലീനന്മാരും ഏറെയുണ്ട്. എന്നാൽ അവരെ തള്ളിയിട്ട് ബലഹീനരെയും കുലഹീനരുമായവരെയും തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അവരെ സമ്പന്നരും അവകാശികളുമാക്കിയെടുത്ത ദൈവത്തിൻ്റെ മഹാകൃപ പ്രിയരെ നമ്മെയും തേടി വന്നു എന്ന കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിക്കുന്നു.
ദൈവം സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ധനികരാണ്, അവകാശമുള്ളവരാണ്. അവൻ സമ്പന്നരും അവകാശികളുമാകുന്നത് പുത്രനാം ക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിനാലാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷവും റോമാലേഖനവും നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തെ ഉറച്ച വിശ്വാസവും പൂർണ്ണ സ്നേഹവും സമ്പൂർണ്ണ അനുസരണത്തോടുകൂടെയും മാനിക്കുക, സ്നേഹിക്കുക, പിൻപറ്റുക. ഈ ലോകത്തെയും അതിൻ്റെ ധനത്തെയും പ്രതാപത്തെയും പ്രശസ്തിയെയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കുള്ളതല്ല ദൈവത്തിൻ്റെ സമ്പന്നതയും അവകാശവും എന്ന് തിരിച്ചറിയുകയും ദൈവത്തെ സ്നേഹിച്ച് ആശ്രയിക്കുന്നവർക്ക് ദൈവം തൻ്റെ രാജ്യവും അതിലെ സമ്പന്നതയും അവകാശവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഞാനും അതിനെന്നെ സമർപ്പിക്കുന്നു എന്ന നിലയിലായിരിക്കണം ഇന്ന് പകലത്തെയും തുടർന്നുള്ള നാളുകളിലെയും നമ്മുടെ സമർപ്പണവും പ്രാർത്ഥനയും പ്രവൃത്തിയും ജീവിതവും നടപ്പും. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ സ്വർഗീയ പിതാവെ, വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുവാൻ നല്ലൊരു പ്രഭാതം കൂടെ ദാനം തന്ന വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. സമ്പന്നതയും അവകാശങ്ങളും പ്രാപിച്ചു കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഇന്ന് പകലിലും സഹായിക്കണം. ഞങ്ങളുടെ ആത്മീയമായ അരക്ഷിതാവസ്ഥകളെ തകർത്തു കളഞ്ഞ് കർത്താവെ ആത്മീയ സമ്പന്നതയുള്ളവരായി ജീവിപ്പാൻ, വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവും പ്രത്യാശയുടെ ഉറപ്പുമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അതിനായിട്ട് ഞങ്ങളെ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അനുഗ്രഹിക്കണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ശാരീരികമായി ക്ലേശിക്കപ്പെടുന്നവരുണ്ട് കർത്താവ്, മാനസികമായി തകർന്നവരുണ്ട് കർത്താവ്. ഇനി എന്ത് ചെയ്യണമെന്ന് അങ്ങയുടെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് പകലിൽ ഉയരത്തു നിന്നുള്ള ആലോചന നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് ധ്യാനിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി അധികം ശ്രദ്ധയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വസ്തനും നീ എന്നും തുണയായോരും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോരും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുവേ. ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു